ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. യെസ്, ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ ഇന്നൊരു ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും 40ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. 40 അറിയോ? എൻ്റെ പനി വെഡിങ് ആനിവേഴ്സറി എത്ര എനിക്കറിയോ? അറിയില്ല. എൻ്റെ അറിയോ? 24 പോയിന്റോ എന്തോ 24 പോയിന്റ് എന്നൊക്കെ. അപ്പോൾ 40ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞാൻ ഒരു മണ്ടനായിക്കാണ്ട് എന്താണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഡേറ്റുകളൊന്നും ഇപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് ഓർമ്മ കിട്ടണില്ല. എനിക്ക് ആകെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് എൻ്റെ ബർത്ത്ഡേ മാത്രമേ ഉള്ളൂ. ഏപ്രിൽ 13 കേട്ടോ. അടുത്ത മാസം ഏപ്രിൽ 13. അതെ 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 അതെ. അഡ്രസ്സ് താഴെ കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഇനി 40ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞാൻ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഇതേമാതിരി നമ്മളൊരു സിൽവർ ചെയിനും ഒരു ഉപ്പാക്കൊരു ഷർട്ട് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ഈ വെഡിങ് ആനിവേഴ്സറി ഞാൻ കുറേ വൈകിയാണ് എൻ്റെ ഓർമ്മയിൽ എത്തണത്. അപ്പോൾ എന്തെങ്കിലും അത് വാങ്ങിക്കൊടുക്കണം. നമ്മളെ നമുക്ക് ചെറുപ്പം മുതലേ നമ്മളെ കഴിഞ്ഞ വ്ളോഗ് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടങ്ങളൊക്കെ നേടിത്തരുന്നതാണ്. അപ്പോൾ ഈ മാസം നമുക്ക് ബഡ്ജറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ഒരു മിനിമൽ സെറ്റപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ വെഡിങ് ആനിവേഴ്സറി അടിപൊളിയാക്കാം. എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു കുഞ്ഞ് ഗിഫ്റ്റും ഒരു കുഞ്ഞ് കേക്കും കൂടി വാങ്ങിയിട്ട് ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഗിഫ്റ്റ് വാങ്ങാൻ ആദ്യം പോവാം. വാ. സോ ഗൈസ്, നമ്മൾ പെർഫ്യൂമാണ് ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിക്ക് താല്പര്യമുള്ളത് ഞാൻ നോക്കിൻ്റെത് തന്നെയാണ് മറിയം. ഓക്കെ, ഉമ്മാക്ക് മറിയും, പിന്നെ ഉപ്പാക്ക് ഇത് ആദ്യം ഉപ്പാക്ക് എന്താണ് ഏതെടുക്കും? കൂൾ വാട്ടർ ഇതെന്ത്? ഇത് മെന്നിന് വേറെയും വുമൺ. കൂൾ വാട്ടറിൻ്റെ ഈ വില ഉണ്ടെങ്കിൽ അപ്പാക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കില്ല. അപ്പാക്ക് നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ ഡ്രസ്സ് വേറെ എന്താ വാങ്ങി കൊടുക്കുക? സാപ്പിൾ സോളിഡ് കൊടുക്കണം. സാപ്പിൾ സോളിഡ് സ്ഥിരമായിട്ട് ഞാൻ വാങ്ങുന്ന സാധനം തന്നെയാണ്. എന്ത് വാങ്ങും? ഏത്? ഹണിയൂതും ഇത് വുമണ്ട് ഉള്ളതാ? ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഇന്നേറ്റവും ഒട്ടി നിൽക്കാൻ എന്തെങ്കിലും? അസീം ഇങ്ങനെ വിട്ടു നിൽക്കണ്ടേ? ഇതെടുത്തോ, പിന്നെ അതെടുത്തോ, ഒന്ന് എടുത്തുക്കോ. നമ്മൾ ചങ്ങന്മാരല്ലേ? എന്താ ഞങ്ങൾക്ക് എൻ്റെ അടുത്ത് വിരോധം ഉണ്ടോ? എന്നാലും ഇതിൻ്റെ മുഖത്ത് കൂടി നോക്കണില്ലല്ലോ. എന്നാൽ ബ്ലോഗിനോട് ഹായ് പറയും. ഇപ്പോൾ വിട്ട് നിൽക്കണ്ടേ? ഇതെടുത്തോ. ഇന്നതിൻ്റെ ഇതിൻ്റെ വൈറ്റ് ഉണ്ടാവുമോ? ഓക്കെ. അല്ല, ഇതിനൊക്കെ ടെസ്റ്റ് വേണേ, അല്ലാതെ വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല. ടെസ്റ്റ് ഉണ്ടാവും ഇവിടെ ഓരോരുത്തരുണ്ടാവും. തള്ളി എന്തോ പൊളിച്ചിട്ടതുകൊണ്ട്. ടെസ്റ്റ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ടെസ്റ്റ്. ഇതൊരു കല്യാണമാണായല്ലോ. എന്നാലൊരു മൊത്തത്തിലൊരു കല്യാണം. ടെസ്റ്റ് ഇതിൻ്റെ ഉള്ളിലാ ഈ സാധനങ്ങളുടെ ഒക്കെ ഇത് വൈറ്റ് ഉണ്ടോ? ആ, ഈ കാണാനുള്ളൂ, അതിലില്ല. ബാക്കിൽ അതിൻ്റേതായിട്ടുണ്ട്. ബാക്കിൽ കൊണ്ട് നിറച്ചേക്കാണ്. വൈറ്റ് ഉണ്ടാവില്ല, ഐ തിങ്ക് സോ. ഇവിടെ അവിടെ നിന്ന് അടിച്ചില്ലേ? ഇത് കുഴപ്പമില്ലല്ലേ? ഇത് പാക്കറ്റ് മണക്ക് രസമുണ്ടല്ലേ? ഗോട്ട് അല്ലേ? ഇവിടെ ഇത് രസമുണ്ടല്ലേ? മതി. ഒരു മൈൽഡ് സാധനം. ഇതിൻ്റെ ഉണ്ടോ? ബ്ലഷോ? അത് ശരി. അതാ ബ്ലഷ്.
ഓ ഇതെനിക്ക് നല്ല കുത്തി, പക്ഷെ ഇത് കുറച്ച് നല്ല മണം ഉണ്ടാവും കേട്ടോ. ഞങ്ങളൊരു സാധനം ഉണ്ട് ഇതിന്. ഒരു കാര്യം ചെയ്തോ, ഒരു ഗോട്ടല്ലേ നമ്മൾ നേരത്തെ ഒരു ഗോട്ട് എടുത്തോ, സെന്യോറിറ്റി കിട്ടോ. ആ ഒരു സെന്യോറിറ്റി കിട്ടോ. കലാസ് ഓക്കെ ഗൈസ്, നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട്. ആ ഇതേക്ക് മതി, ഞാൻ സൂം ചെയ്തുകൊണ്ട്. ഓക്കെ ഉമ്മാക്കും ഇത് ഉപ്പാക്കും ഇത് ഉമ്മാക്കും. ഓക്കെ ബാ പാക്ക് ചെയ്യാം, അല്ലച്ചേ ബില്ല് ചെയ്യാം. ഗൈസ് നമുക്ക് നമ്മളെ നമ്മളെ എന്ത് ഇട്ടീക്കണു, എന്താണിത് ഗിഫ്റ്റ് പാക്ക് ചെയ്തേക്കണ്. ഞാൻ ഉദ്ദേശിച്ച പാക്കിങ് മറ്റേ ഇങ്ങനെ ലങ്കി പാക്കിങ് ഉണ്ടാവില്ലേ സിദ്ധി, നമുക്ക് മറ്റേ മദ്രസിലൊക്കെ പ്രോത്സാഹന സമ്മാനം കിട്ടണവരെ പ്ലേറ്റും ഗ്ലാസും കിട്ടണ കുഴപ്പമില്ല. ഇതിൻ്റെ ഗ്രീന് ഉപ്പാൻ്റെ, പിങ്ക് ഉമ്മാൻ്റെ. ഓക്കെ ഇങ്ങനെയാണ് പാക്ക് ചെയ്തേക്കണത്. ഓക്കെ ഇനി നമുക്ക് കേക്കും കൂടി വാങ്ങിയിട്ട് നമുക്ക് നേരെ ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ എന്നാൽ കേക്ക് വാങ്ങാൻ വേണ്ടി പോകാം. വാ സോ ഗൈസ് നമുക്ക് ഇനി കേക്ക് വാങ്ങാൻ പോവാം. ഇവനെന്തീ തൊടു കൂടെ നടന്ന് ഒരു കുഞ്ഞ് കേക്ക്. യെസ് കാക്കിലോ മുളകും പൊടിയോ ഓ ഷിറ്റ്, ചെറിയ കൊണ്ടയാലും ഞാൻ തന്നെ തിന്ന് തീർക്കണം. അതാണ് വാപ്പി എന്താ റേറ്റ് തന്നെ. ഓക്കെ അല്ല ഇത് വൈറ്റോ നെറ്റി ബബിൾ ഏതാ ഈ നടുക്കത്തോ? എടാ അതിലേറെ രസം ചോക്കല്ലേ. ഏതോ എന്താ ബെറ്റർ? അതെന്താ റേറ്റ് തന്നെ? ഇതോ എല്ലാം ഞാൻ തന്നെ തിന്ന് തീർക്കണേ. അതാണേ ഇത് മതിറാ. വൈറ്റും വലിയ താല്പര്യമില്ല. ഇതെടുത്തോ അത് മതി, ഒരു കുഴപ്പമില്ല, തിന്ന് തീർക്കുന്നാലും മതി. അടുത്തോ ഹാപ്പി 40th 40 വെഡിങ് ആനിവേഴ്സറി. ഒരു മിനിറ്റ് മറ്റേ സ്റ്റാർട്ട്. സോ ഗൈസ് നമ്മൾ എഴുതിക്കൊണ്ട് വെഡിങ് 40th വെഡിങ് ആനിവേഴ്സറി ഒരു ഇപ്പാമ്മ കൂടി എഴുതിക്കോ പറ്റുമെങ്കിൽ. നടക്കുമോ? PPAMMA അത്ര മാത്രമേ ചെയ്തത്. ഒരു PPA എന്നിട്ട് AND MMA എന്നിട്ടാൽ മതി. അഡ്രസ്സൊക്കെ പാടെ അസീമിന് എന്തോ പറ്റിയുണ്ട്. ഇന്നെന്തോ നല്ല ഫ്രെയിം ഉണ്ടല്ലോ ഇവിടെ അല്ലേ കാണാൻ, നല്ല സണ്ട് കേട്ടോ. എന്തൊക്കെയാ എന്നിട്ട് എങ്ങനെ പോകണമെന്ന് മുമ്പ് അങ്ങനെ പോകും നിങ്ങൾ? ഈ പ്രാവശ്യത്തെ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കുമ്പോൾ കുറച്ച് സുഖമായിട്ട് തോന്നിയിട്ട് ഈ വർഷത്ത്. കാരണം ചൂട് കുറവ്. ആ നെറ്റൊന്ന് സൂം ചെയ്താണെങ്കിൽ ചൂട് കുറവ്. അസീമിന് എന്തോ കിളി പോയ ഹാലാണ്. ആ PPAMMA എഴുതാന്ന് പറഞ്ഞ ഒരു സ്കില്ലാണ്. അങ്ങ് ചെയ്താൽ കേൾക്കുമോ? ഉറപ്പാ? അല്ല ഒന്നുമില്ല, ഞാൻ എഴുതി തരണം ആദ്യമേ. വേണ്ട കേക്ക് റെഡിയാണ് ഇപ്പോൾ. പക്ഷെ അത്ര തോനൊന്നും എഴുതാൻ കഴിയും തോന്നുന്നില്ല. ഇവനെന്ത് ചെയ്താ ഹാപ്പി ബർത്ത്ഡേ മാത്രമോ? അതൊക്കെ ചെയ്താ കാട്ടു ചമ്പകം പൂത്തോട്ടെ. യെസ് നീട്ടൊരു മിനിറ്റ്. ഗൈസ് ഇതാണ് കേക്ക്. ഓക്കെ ഹായ് ഗൈസ്. അല്ല ഓണായോ? ഹായ് ഗൈസ്, നമ്മൾ കേക്ക് വാങ്ങിയിട്ടുണ്ട്. എന്നാലും എൻ്റെ അസീമിന് എന്ത് പറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇന്ന് ഫുള്ള് ക്യാമറൻ്റെ ബാക്കിലാണ്. എന്തോ പറ്റുമ്പോൾ മറ്റേ ഇത് നിൽക്കൂലേ, അതിനെന്താ പറയുക, സ്കൂൾ കലോത്സവത്തിന് അതിനെന്താ പറയടാ, ഇങ്ങനെ ഒരു സാധനമല്ലേ ഭരതനാട്യത്തിന് തുടക്കുക, അരങ്ങാട്ടം അല്ല എടാ അരങ്ങേറ്റത്തിന് ഇങ്ങനെ നിൽക്കണ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം, കേക്ക് മുറിക്കുക, ഗിഫ്റ്റ് കൊടുക്കുക. കലാസ് വാ കയറുക. ഹൈ ഗൈസ്, നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കണേ. ഓക്കെ ഗിഫ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ആദ്യം സാധാ മാതിരി ചെന്നിക്കാണ്ട് കേക്ക് മുറിക്കുക. എന്നിട്ട് കേക്ക് മുറിക്കണ കൂടെ നമ്മളെ ഈ കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുക. ഒരു ഗിഫ്റ്റ് ഈ പോക്കറ്റിലുണ്ട്, പിന്നെ ഒരു ഗിഫ്റ്റ് ഈ പോക്കറ്റിലുണ്ട്. എനിക്ക് ഇതിലേറെ കുറച്ചുകൂടി എൻ്റെ മനസ്സിൽ എൻ്റെ ഫ്രണ്ട്സിന് അറിയാം, ലൈക്ക് ഇതിലേറെ കുറച്ചുകൂടി ഗ്രാൻഡ് ആക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ
നമുക്ക് ടൈറ്റ് ബഡ്ജറ്റാണ് ഈ മാസം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് കുഞ്ഞ് സെറ്റപ്പിൽ വലിയ സന്തോഷം. ഓക്കെ, എന്നാ ബാ വീട്ടിൽ പോയി വെക്കാം. കാട്ടു ചെമ്പകം പൂത്തോട്ടെ തന്നെ തന്നെ ഗൈസ്, എന്തായാലും നമുക്ക് വീട്ടിൽ കയറാം. ഓക്കെ, ഇതിൽ പോക്കറ്റിൽ സാധനമുണ്ട്. തട്ടിട്ട് വരൂ. എനിക്ക് ഞാൻ വരുമ്പോഴൊക്കെ നിങ്ങൾ തട്ടിട്ട് തന്നാൽ മതി. തട്ടോടി ഫാനോടി ഇട ചൂടെടുക്കുന്നുണ്ട്. എന്താണ് തട്ടത്തുണിയും മറ്റേ വെട്ടിയെടുക്കാൻ പോയി. ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി. ആനിവേഴ്സറി ഇങ്ങോട്ടേക്ക് ഫ്രെയിമൊക്കെ ഇവിടെ നോക്കൂ. മക്കളുണ്ടായ എന്താ ഒരു ആനിവേഴ്സറി, ഒരു ബർത്ത്ഡേ. ഇതാണ് ആനിവേഴ്സറി കേക്ക്. ഈ മാസം ബഡ്ജറ്റ് വളരെ വളരെ ടൈറ്റ് ആണ്. അപ്പൊ നമ്മള് കേക്കിൽ ഒതുക്കി. ഓക്കെ, ഇതിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ്. താങ്ക് യു. നേരെ കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കേ. ഒരാളെന്നെ ഉള്ളു. കേക്ക് മുറിക്കാം. ഇവിടെ സ്റ്റൂൾ അല്ലെ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടുന്ന് മുറിച്ചാൽ മതിയോ? അവിടെ ലൈറ്റ് അട്ടിക്കച്ചിന് ഇവിടുന്ന് മുറിച്ചാൽ മതി. ഓക്കെ, നമ്മള് കേക്ക് മുറിക്കാണ്. പറ്റ വിട്ടില്ലല്ലോ അതിൽ കാണുമ്പോൾ. പപ്പാമ്മല്ല ഉപ്പാമ്മയാണ് ഉദ്ദേശിച്ചത്. ഊല്ലപ്പമ്മ, PPAMMA അങ്ങനെ ഇതാക്കണത് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, 40ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഷറഫുല്ലയിലേക്കും മുഹമ്മദ് ബഷീറിനും 1000 അഭിനന്ദനങ്ങൾ. 40 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? 40 വർഷം സന്തോഷമായിട്ട് പോയി. ഗൾഫിലും ഇവിടെയും ആയിട്ട് ഒരു ബുദ്ധിമുട്ടും. ഈ 40 വർഷത്തിൽ ഉമ്മങ്ങളെ ജീവിതത്തിലേക്ക് വന്നതിൽ വാണ്ടേനൊന്നും തോന്നിയിട്ടില്ലല്ലോ? അത് വന്നതിന് ശേഷം നമുക്ക് ചില മാനസിക പ്രയാസങ്ങളൊക്കെ മാറി സന്തോഷമായി. അപ്പൊ നിങ്ങൾ പറയും 40 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? 40 വർഷത്തിൽ കുറെ വർഷം ഇപ്പൊ ഗൾഫിലേനു. കുറേ വർഷം ഗൾഫിലായിരുന്നു. എന്നാലും ഗൾഫിലായാലും ഇവിടെ ആയാലും നല്ല അടിപൊളിയായിട്ട്. 6 മാസം നിൽക്കും, 4 മാസം നിൽക്കും. ഓക്കെ, ഏതായാലും ഈ 40ാമത്തെ വെഡിങ് ആനിവേഴ്സറി നമുക്കൊരു ചെറിയ കേക്കില്ല, ഒരു അത്യാവശ്യം വലിയ ഗിഫ്റ്റ് ഒക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ബഡ്ജറ്റ് വളരെ വളരെ ടൈറ്റ്, ഭയങ്കര ടൈറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ചെറിയ കേക്കിൽ നമുക്ക് ഒതുക്കാം. മുറിച്ച് രണ്ടാൾ മുറുക്കി. രണ്ടാൾ മുറുക്കി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇപ്പാ ഇമ്മ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അത് കഴിവെടുത്തളി. കൊടുക്കി. ഇവാ ഞാൻ തിരിച്ചു കൊടുക്കും. സബാഷ്. എന്നും ഇങ്ങനെ തരാന് മക്കള് പറയാ എങ്ങനെ ഉണ്ടായിരുന്നു 40 വർഷത്തെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ 40 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായി മുന്നോട്ട് പോയി. ഇനി ഇവിടുന്ന് അങ്ങോട്ടും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ പോകാൻ പറ്റട്ടെ. അതിലൊരു 35 വർഷം എനിക്ക് ഗിഫ്റ്റാ കിട്ടിയിരുന്നു കേട്ടോ. 4-5 വർഷമായിട്ടുള്ളൂ കിട്ടാത്തത്. ഗൾഫിലാകുമ്പോ നമ്മള് ഫെബ്രുവരി തന്നെ ഏർപ്പാട് ചെയ്യും. അറിയാതെ സാരി വാങ്ങിക്കോൻ പൈസ അയക്കും, അല്ലെങ്കിൽ സത്യത്തിൽ നമ്മൾ മറന്നു മറക്കാൻ പാടില്ല. എത്തുണ്ടാവുമ്പോ എങ്ങനെയാ മറക്കുക അല്ലേ? ആ മാർച്ച് 6 പല ചുറ്റുപാടും അല്ലേ. മോൻ കൊണ്ടിട്ടില്ല. ഞാനോ
അപ്പോൾ അതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അതിലുള്ള ഇതുകൊണ്ടൊക്കെ മറന്നതാണ്. ഞാൻ മറന്നിട്ടില്ല കേട്ടോ. നീ അതൊക്കെ കഴിക്കി മധുരല്ല. അപ്പോൾ അതാണ് ആനിവേഴ്സറി. ഇത്രന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ വലിയ ലെവലിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വലിയ ലെവലാണ്. ഞാൻ കുറച്ചുകൂടി സെറ്റപ്പ് ആക്കാൻ വിചാരിച്ചിരുന്നു. മക്കളിങ്ങനെ ഓർക്കുക, ഗൾഫിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എന്താ പറയാ അഭിനന്ദനങ്ങൾ അറിയിക്കുക, പ്രശംസിക്കുക. അതന്നല്ലേ നമുക്ക് വലിയ ഹൈറ്. ഒരിക്കലും ആര് തണുക്കാത്ത മാർച്ച് 6. അപ്പൊ അങ്ങനെയാണ്. ഏതായാലും ചെറിയ ലെവലിലാണെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാം. അതുണ്ടോ? രണ്ടാക്കും പൊളിക്കൂ. കനുണ്ട്. കുഞ്ഞ് ഗിഫ്റ്റ് ആട്ടോ, ചെറുതാണ്, വളരെ ചെറുതാണ്. പൊളിച്ചോളി. കുറച്ചെടുത്ത് പറിച്ചളി കീറികളി. മറ്റേ മക്കളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഓന്തന്നെ എല്ലാവരും കൂടി ഉള്ളതൊന്നും. കത്തിയാണോ? കത്തി എന്താണ്? അടിപൊളി. എന്തൊക്കെയാ പറയണ്ടേ അറിയണില്ല. സൂപ്പർ 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 സൂപ്പർ. ഇത് രണ്ടാക്കും ഒരു കുഞ്ഞ് പെർഫ്യൂമാണ്. മറ്റേ മക്കളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവർക്കും കൂടി ഓന്തന്നെ തോന്നുന്നു. അതെ അതെ അതെ. ചെറുതായോ ഗിഫ്റ്റ്? അടുത്ത കൊല്ലം വരെ, അടുത്ത മാർച്ച് വരെ മണക്കാം. അതാണ് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ്. ഓക്കെ, ഉമ്മാക്കൊരു പെർഫ്യൂമും ഉപ്പാക്കൊരു പെർഫ്യൂമും. ചിഞ്ചൊരു മെസ്സേജ് തന്നു വെഡിങ് ആനിവേഴ്സറി എന്ന്. അതോടുകൂടി കഴിഞ്ഞു എഴുതിയാണ്. കഴിയാൻ പാടില്ലല്ലോ. ചിഞ്ചു മാത്രല്ലല്ലോ. അല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പക്ഷെ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഹാപ്പി ഹാപ്പി ഹാപ്പി. ഓക്കെ, എത്രന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയാണ്, ഞാനിത് കുറച്ചുകൂടെ സംഭവമാക്കാൻ വിചാരിച്ചിന്. പക്ഷേ ഈ കൊല്ലം നടന്നില്ല. നമുക്ക് നമ്മളെ സംബന്ധിച്ച് തന്നെ വലിയ സംഭവമാണ്. ഈ കൊല്ലം നടന്നില്ല. ഏതായാലും നമുക്ക് അടുത്ത കൊല്ലം 41ാമത്തെ നമുക്ക് വലിയ ഗ്രാൻഡ് ആക്കാനുള്ള എല്ലാവരും ഉണ്ടാവട്ടെ. ഇൻഷാല്ലാ ഇൻഷാല്ലാ. ആമീൻ ആമീൻ ആമീൻ. താങ്ക് യു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ 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 ബൈ.